അച്ഛൻ കുളിച്ചിട്ട് ഓടി വരാട്ടാ. അച്ഛൻ വന്നിട്ട് അവിടെ പോയി മോനെ. അച്ഛൻ എന്റെന്ന് ചിരിക്കണത് എന്താ? ഇവിടെ വണ്ടി ഇരിപ്പണ്ടല്ലോ, അച്ഛനങ്ങോട്ട് പോയി. നീ അറിയാണ്ടൊന്നും ഇരിക്കില്ല. അച്ഛനവിടെ പോയി. എന്നാലും എന്റെ കൂട്ടുകാരത്തിന് കല്യാണത്തിന് പോകാൻ പറ്റില്ല. അവരൊക്കെ എന്നെ നോക്കിയിരിക്കും. ഇങ്ങനെ കാരണം അതും വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കണ്ട്. എന്തിനു ചിരിക്കണത്? നിന്റെ അച്ഛനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അധികം ചിരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കിട്ടും കിട്ടും. ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മതി നിന്റെ പ്രാർത്ഥന, എന്നിട്ട് പോയേ. നോക്കണ്ട, വെച്ചിട്ടുണ്ട്. രക്ഷപ്പെട്ടു. സാറില്ലാട്ടാ. അയ്യോ, കരണ്ട് പോയാ ബാ. ദേടാ, അമ്പിളിയമ്മാവനെ കണ്ട? ആ, നല്ല രസമുണ്ടല്ലേ. ആ വെട്ടം കൊണ്ടുവന്നേടി. അവിടെ നിൽക്ക്. ഇത്രയും വൈകിയൊക്കെ വരുമ്പോ ഇതൊക്കെ അനുഭവിച്ചോളണം. പതുക്കെയൊക്കെ കൊണ്ടുവരുള്ളൂ. മോളെ ദേഷ്യത്തിലാണ്. ഇവിടെ വെക്കുന്നേ. ഇവിടെ ചെന്താ കുഴപ്പം? എന്നാ എവിടെയെങ്കിലും വെക്ക്. ഇന്ന് ഒരു ദിവസം കൊണ്ട് കഴിയുന്നല്ലോ, നാളെ പോകാന്നേ. പിന്നെ എന്റെ കൂട്ടുകാരികളെല്ലാം അവിടെ ഉണ്ടാവും, ഞാൻ മാത്രം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല. എവിടെങ്കിലും പോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആളെ കിട്ടൂല. പണിത്തിരക്കുണ്ടായിരുന്നു. ഇത് ഞാൻ ഇന്നും ഇന്നലെ തൊട്ടൊന്നും പറയണതല്ലല്ലോ, കല്യാണം ഉറപ്പിച്ചെന്നോട്ട് പറയണതല്ലേ. വിട്ട് പോട്ടെ. അങ്ങനെ വിട്ടുകളയാനൊന്നും പറ്റൂല. അല്ലെങ്കിൽ ഞാനിത് ആരോട് പറയാനാ? ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാലത്തെ ചെയ്യില്ല. പറ്റില്ല എന്നും പറഞ്ഞു ഒഴിഞ്ഞു മാറായിരുന്നു. ഇനി അതിന്റെ കൂടി കുറവുള്ളൂ. പണ്ട് 99 പെൺകുട്ടികളെ കാണാതായ ഒരു കഥയുണ്ട്. അന്ന് ദേവി മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ ജനിച്ച് ഒരു പ്രായം വരെ ദേവിക്ക് തൻ്റെ ശക്തികളൊന്നും തിരിച്ചറിയില്ലായിരുന്നു. അന്ന് ഭഗവാൻ കൃഷ്ണൻ ദേവിയെ നേരിട്ട് വന്ന് സഹായിച്ചൊരു കഥയുണ്ട്. അത് പറഞ്ഞുതരാം. വീട്ടിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കണം, പിന്നെ അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കണം. ഇതൊക്കെ നടക്കുമോ? ഉത്സവം കഴിഞ്ഞല്ലേ ഇവിടെ? എല്ലാം പെട്ടെന്നാണ്. ഒരു ഓളം തന്നെ കേട്ടല്ലേ? അടിപൊളിയല്ലേ? ഇപ്പൊ അടുത്ത വല്ലേ ഉള്ളൂ. ഇവിടെ സമയം എത്രടാ? അവനൊന്ന് വിളിച്ചു നോക്കടാ, വരാൻ പറയുന്നേ. ചോട്ടെ. ഹലോ. ആ പറടാ. എവിടാ? ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി. എത്ര നേരം വെയിറ്റ് ചെയ്യണേ? ചെറിയൊരു പണി കിട്ടിയിടാ. ഞാൻ വന്നിട്ട് പറയാം. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഒന്ന് വേഗം വാ. അവൻ എന്താ പറയണ? ആ വീട്ടിൽ നിന്ന് ഇറങ്ങി എത്തുന്ന പറയണ. ദൈവത്തിന് ഓ പിന്നെ ദൈവത്തിന് അതാണല്ലോ പണി. നിന്റെ കല്യാണി എന്ത് പണിയടാ കാണിച്ച? 5 കല്ലായിരുന്നു വീട്ടിൽ കടം കയറും, ബാക്കി കളിച്ചില്ലേ? എവിടെ ഇറങ്ങണ മോനെ? പോട്ടെ. എവിടുന്ന് എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നണതാ. അതെന്താ? നീ കൊച്ചിനെ വീട്ടിലാക്കിയിട്ട് വേഗം വാ. എടാ, അതാടാ കുഴപ്പം. വീട്ടിലാരില്ലെന്നേ. ഇവളെങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോരണ? എന്ത് ചെയ്യും? ദിയാന അവളും വരട്ടെ, നേരത്തെ പോന്നാ പോരെ? നമുക്ക് പോയാലോ? പോവാ. പിന്നെ അല്ല, പോടാ. വാ വാ വാ. ഇനി അവിടെ കിടന്ന് വട്ടം കിട്ടാണ്ട് വണ്ടി എടുക്കില്ല. ഹലോ. താനെന്തടോ ആളെ കളിയാക്കണ? 100 കൊച്ചുങ്ങളെ കയറ്റിവിടാൻ പറഞ്ഞിട്ട് 99 കൊച്ചുങ്ങളാണ് താൻ അയച്ചിട്ടുള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ട് കയറ്റിവിടാനുള്ളതാ. അതിനു മുമ്പ് ഒരു കൊച്ചിനെ ഒപ്പിച്ച തനിക്ക് നല്ലത്. ഓക്കെ, റെഡിയാക്കാം. എന്താ പ്രശ്നം? ഇന്നലെ കൊടുത്തു വിട്ടില്ലേ, ഒരെണ്ണം കുറവാ. ഇങ്ങനെയെങ്കിലും ഒരു കൊച്ചിനെ ഒപ്പിക്കണം. ഇവനിത് എവിടെയെങ്കിലും പച്ചക്കറികളാട്ടോ എന്നാ വേണ്ട? വെള്ളരി എന്താ 30? അതേന്ന്. അപ്പൊ ക്യാബേജ് 40 രൂപ. ഇവിടെയാണ് ഏറ്റവും വില. ചേട്ടാ 1 കിലോ സവാള എന്താ? സവാള 30. ഞാനേ അപ്പുറം കടയിലൊന്ന് കയറി. ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ. നിനക്ക് അവിടെ തന്നെ വാങ്ങാറുന്നില്ലേ? അവിടെ നല്ല വില കുറവുണ്ടായിരുന്നു. ബാക്കിയുള്ള കടയിലൊക്കെ ആര് കാരണം? എടി ഇവിടെ ഇഷ്ടം പോലെ കടകളുണ്ടാ. സമ്മതിക്കണം. അതൊക്കെ വേണ്ടി വരും. വാ പോവാ.
ഇവിടെ വൈകിട്ടൊന്ന് അമ്പലം വരെ പോയല്ലോടാ. നല്ല കളക്ഷൻ ഉണ്ടാവും. എനിക്ക് ഈ അമ്പലം പള്ളിയോടൊന്നും വലിയ വിശ്വാസമല്ലെന്നേ. ഇതൊക്കെ അനുഭവം വരും. ഇപ്പൊ എവിടെ നിന്ന് ഒപ്പിക്കാനാ ഈ സമയത്ത് ഒരു കൊച്ചിനെ? കണ്ണിന്റെ മുമ്പിൽ ഓരോന്ന് കൊണ്ടുതരല്ലേ, നമ്മൾ എന്നാ പേടിക്കാനാ? ആശാ നോക്ക്. അതെ, ആരും ഇല്ലാന്ന് തോന്നുന്നു ആശാനെ. നമുക്ക് പുറകെ വിട്ടാലോ? ധൃതി പിടിക്കണ്ട, ഓതികത്തി കിട്ടും. തിരക്കാണല്ലോ. എന്നാ എല്ലാം കഴിച്ചിട്ട് പോകണം. എനിക്ക് വെച്ചിട്ട് പോകണം. ഞാൻ എനിക്ക് പിന്നാലെ എന്നെ കൊണ്ട് പറ്റും. നിങ്ങൾ എന്നാ ഒന്ന് കഴിച്ചിട്ട് കൂടെ ഞാൻ കൊച്ചിനെ ചെറിയ അന്നാ പടക്കം പഠിക്കും. കൊച്ചോ ചേട്ടാ ചേട്ടാ ഇതിലൊരു ചെറിയ പെങ്കൊച്ചോണം ഉണ്ടായിരുന്നു കേട്ടോ. ആണോ? ആ ഇപ്പൊ ഇവിടെ കണ്ടതാണല്ലോ, ഇങ്ങോട്ട് പോയി പോലും. ദേ നിക്കുന്നടാ, അതിനെ അങ്ങ് പൊക്കിയാലോ? നോക്കിക്കോ. ചേട്ടാ, ഇവിടെ ഒരു പെങ്കൊച്ച് നിൽക്കണോണ്ടിരുന്നു. ഞാനിപ്പോൾ വന്നോളൂ മോനെ, എനിക്കറിയില്ല. ചേട്ടാ, കൊച്ചിയിൽ പോകണുണ്ടോ? ആണോ? ഇങ്ങോട്ട് പോയിട്ടില്ല. മോള് പേടിക്കണ്ട, ഞാൻ അവിടെ ഉണ്ടാകും. മാമന്റെ വീട് അവിടെയാണോ? മാമൻ വയ്ക്കോ, ഞാനിവിടെ നിന്നോളാം. അതെന്താ കൊച്ചു ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കണേ? ആർക്കറിയാ? എവിടെ പോയിക്കാണ്? നമ്മുടെ വെച്ചിട്ടുണ്ട കൊച്ചിലേക്കണം. അച്ഛയുടെ പോലെ മുത്തേ, അച്ഛായിട്ട് ക്ഷമിക്കടാ, അച്ഛായിട്ട് ക്ഷമിക്കണ പോലെ. അച്ഛൻ നോക്കിയായിരുന്നപ്പോ മോളെ കണ്ടില്ലടാ, മോള് പേടിച്ചായിരുന്നടാ. അത് സാരമില്ല അച്ഛ. ഒരു ചേട്ടൻ വന്ന് പറഞ്ഞു മോള് പേടിക്കണ്ട, ഇവിടെ തന്നെ ഇരുന്ന് അച്ഛൻ വേഗം വരുമെന്ന്. അതൊരു ചേട്ടൻ. ഇതെന്താ കഴിക്കും? പഞ്ചാടി. ആരാന്ന്? ഒരു ചേട്ടൻ തന്നതാ. എന്നിട്ട് ആ ചേട്ടൻ എങ്ങോട്ടാ മോനെ പോയാ? അങ്ങോട്ട്. പറഞ്ഞില്ലടാ അണ്ണാ, ആപത്ത് സമയത്ത് ഭഗവാൻ ഇറങ്ങി വന്ന് സഹായിക്കുന്നത്. ഭഗവാനെ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ ഈശ്വര. നീ ആർക്കീ ടാറ്റ കൊടുക്കണേ? ആദാ ചേട്ടന്. അവിടെ ആരുമില്ലല്ലോ. അമ്പലത്തിൽ നിൽക്കുന്ന ചേട്ടനെ കണ്ട? ആ ചേട്ടൻ്റെ കൂടെയാ ഞാൻ വന്നത്. ഞാനാരും കാണുന്നില്ലല്ലോ. ഇണ്ടതാ അമ്പലത്തിന്റെ അവിടെ.
കേൾക്കാഞ്ഞിട്ട് ഉറക്കം വന്നില്ല. ചോദിക്കണം, ചോദിക്കാം. എന്തേലും വിചാരിക്കോ? ചേട്ടേ ചേട്ടേ ചേട്ടേ, എന്താ? ആ പെങ്കൊച്ചില്ലേ? ഏത് പെങ്കൊച്ച്? ആ 99 പെൺകൊച്ചുങ്ങളില്ലേ? ഏത് 99? ചേട്ടൻ നേരത്തെ ഒരു കഥ പറഞ്ഞു. ആ, അതിലാ പെൺകൊച്ചുങ്ങൾ ആരാ രക്ഷിക്കണേ? ഇതൊക്കെ പിന്നെ പറഞ്ഞുതരാം. ഒന്ന് പറയാ. നാളെ പറഞ്ഞുതരാടി വെച്ചേ. അത് കേൾക്കാഞ്ഞിട്ടൊരു രസമില്ലാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഉറക്കം. അത് പറയാറായിട്ടില്ലാന്ന്. അപ്പൊ ആ കഥ അത്രേ ഉള്ളൂ. കഥ തുടങ്ങിയല്ലേ ഉള്ളൂ. നാളെ പറഞ്ഞുതരാം. എന്നാലും ആ കഥ കേൾക്കാഞ്ഞിട്ട് ഉറക്കം വന്നില്ലാന്ന്. മോളിപ്പോ കിടന്നുറങ്ങ്, ബാക്കി നമുക്ക് വഴിയേ കാണാം. കൈക്കൊണ്ട് കിട്ടിയതല്ലേ, നശിപ്പിച്ചില്ലല്ല. ചൂടാവല്ലേ, നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടും. നീ നോക്കിക്കേ.